Praise the Lord. I greet all of you in the name of our Lord Jesus Christ. First of all, I would like to thank our God Almighty for giving this wonderful opportunity. And I thank to the Pastor Kamal David and Sister Sharon. Let's pray together. Our Heavenly Father, we are coming in front of you. You are our Father. We are your children. You speak through me, Lord. I am your instrument. You speak through me, Lord. You speak with them, Lord. Open their mind, open their heart to receive the word of God and to receive the power of God. In Jesus' name I pray. Amen. Hallelujah. Today's my sermon topic is Fill My Cup. We all have a cup. We all know about cups. Cups are no same. Cups are different color, different shape, different measurement. Cups are usually using in different manner. In ancient days, cups are made by some substance like gold, earthenware, and silver. Hallelujah. Dear God's people, hallelujah. ആദ്യകാലങ്ങളിൽ കപ്പുകൾ പല തരത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. മണ്ണുകൊണ്ട് കപ്പ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കപ്പ് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ബൈബിളിൽ നാം കപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒത്തിരി ഉണ്ട് കപ്പ്. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കപ്പിനെ കുറിച്ചാണ്. ഒന്ന് കപ്പ് ഓഫ് സോറോ, രണ്ട് കപ്പ് ഓഫ് ജോയ്. ഹല്ലേലൂയ. God's cup of sorrow. Hallelujah. In John chapter 18, verse 11, Jesus commanded Peter, put your sword away. I shall not drink the cup which God has given me. Dear friends, Jesus already drank the cup of sorrow for you and me. Hallelujah. We have no sorrow this time. Jesus already drank the cup of sorrow for you. Hallelujah. Hallelujah. You have now moving on helpless condition. You have now moving on sorrowful condition. But God says to you, don't worry. God already drank your cup of sorrow. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളോട് ദൈവത്തിന് ഇന്ന് പറയാനുള്ളത്, നിങ്ങൾ ദുഃഖത്തിന്റെ പാനപാത്രവുമായിട്ട് അധികകാലം ഇരിക്കേണ്ടവരല്ല. കാരണം എന്തെന്നാൽ ദൈവം നിങ്ങളുടെ ദുഃഖത്തിന്റെ പാനപാത്രം 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് അത് കുടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ദുഃഖം ഇല്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യേശു കർത്താവ് കുരിശിൽ തന്റെ രക്തം ഒഴുക്കി തന്നു. നമുക്ക് വേണ്ടി കർത്താവ് കൈകാലുകൾ അണികളാൽ തുളയ്ക്കപ്പെട്ടു. നമ്മുടെ വിടുതലിന് വേണ്ടി കർത്താവ് ഹല്ലേലൂയ കാൽവരി മലമുകളിൽ യാഗമായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. അതുകൊണ്ട് ദുഃഖത്തിന്റെ അനുഭവങ്ങൾ നിന്റെ വീട്ടിനകത്ത് പിശാച് കൊണ്ട് വെച്ചിരിക്കുമ്പോൾ ആ ദുഃഖത്തിന്റെ അനുഭവങ്ങളെ നോക്കിയിട്ട് നീ ഇപ്രകാരം വിളിച്ചു പറയണം, ഹല്ലേലൂയ, എന്റെ ദുഃഖം നീങ്ങിപ്പോയി. യേശു ക്രിസ്തുവിന്റെ യാഗത്താൽ എന്റെ ദുഃഖം നീങ്ങിപ്പോയി. എന്റെ ദുഃഖം നീങ്ങിപ്പോയി. എന്റെ ദുഃഖത്തിന് പകരം സന്തോഷം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ കാണുകയാണ്, ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദുഃഖത്തിന്റെ അനുഭവങ്ങൾ മാറി സന്തോഷത്തിന്റെ അനുഭവം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷത്തിന്റെ അനുഭവം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ദുഃഖത്തിന്റെ
പാനപാത്രം, ആ ദുഃഖത്തിന്റെ കപ്പ് നമ്മളിൽ നിന്ന് യേശു കർത്താവ് മാറ്റിക്കളഞ്ഞു. ഇനി നമ്മളിലേക്ക്, നമ്മുടെ കൈകളിലേക്ക് കടന്നു വരുന്നത് സന്തോഷത്തിന്റെ കപ്പാണ്. ദ കപ്പ് ഓഫ് ജോയ്. ഹല്ലേലൂയ. കപ്പ് ഓഫ് ജോയ്. ആ സന്തോഷത്തിന്റെ കപ്പിലേക്ക് ഒരു നിറവ് ദൈവം ഈ സമയത്ത് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ സന്തോഷത്തിന്റെ കപ്പിലേക്ക് ഒരു നിറവ്. ചിലപ്പോ നിന്റെ കപ്പ്, ആ സന്തോഷത്തിന്റെ കപ്പ് എംപ്റ്റി ആയിട്ടായിരിക്കാം ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ആ എംപ്റ്റി ആയിരിക്കുന്ന അനുഭവത്തെ ഞാൻ നിറയ്ക്കാൻ പോകുന്നു. സന്തോഷത്തിന്റെ കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നമുക്ക് എവിടെയാണ് സന്തോഷത്തെ ബൈബിളിൽ ഏറ്റവും അധികം കാണുവാൻ കഴിയുന്നത്? എനിക്ക് സന്തോഷത്തെ ഏറ്റവും അധികം ബൈബിളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് 23-ാമത്തെ സങ്കീർത്തനത്തിലാണ്. 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ അതിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: The Lord is my shepherd, I shall not want. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമുക്കറിയാം, ഈ വാക്യം വളരെ ശക്തിയോടെ ഈ വാക്കുകൾ വിളിച്ചു പറയുന്ന ദാവീദ് നേരത്തെ തന്നെ ഒരു ഇടയനായിരുന്നു. തന്റെ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിൽ കൂടെ കടന്നുപോയപ്പോൾ തന്റെ വേദന മറന്ന് ആടുകളെ ശുശ്രൂഷിച്ച ഒരു ഇടയനായിട്ടാണ് നമുക്ക് ദാവീദിനെ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ നല്ലിടിയനാകുന്നു. ഐ ആം ഗുഡ് ഷെപ്പേർഡ്. ഐ ആം ഗുഡ് ഷെപ്പേർഡ്. ഞാൻ നല്ലിടയനാകുന്നു. നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ഒരു ഇടയന്റെ സ്വഭാവം എന്താണ്? അവൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഇടയൻ സാധാരണ ഒരു മനുഷ്യനല്ല. നമ്മുടെ ഇടയൻ. നമ്മുടെ ഇടയൻ എന്ന് പറയുന്നത് ഗോഡ് ഓഫ് ഓൾമൈറ്റി, ഗോഡ് ഓഫ് യൂണിവേഴ്സ്. ഹല്ലേലൂയ. നമ്മുടെ ഇടയൻ വലിയ ഇടയനാണ്. പത്രോസിന്റെ പുസ്തകത്തിനകത്ത് ബുക്ക് ഓഫ് Peter says like that, the great chief, the chief, hallelujah, shepherd. കർത്താവ് ഒരു ചീഫ് ഷെപ്പേർഡ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, കർത്താവ് ഒരു ശ്രേഷ്ഠ ഇടയനെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മെ സ്നേഹിക്കുന്ന ദൈവം വലിയൊരു ഇടയനാണ്. ഹല്ലേലൂയ. ഇടയന്റെ ജോലി എന്താ? ഇടയൻ ഒരിക്കലും വെറുതെ ഇരിക്കുകയില്ല. ഇടയൻ ആടുകൾക്ക് വേണ്ടി പാടുപെട്ടുകൊണ്ടേയിരിക്കും. ആടുകൾക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആടുകളുടെ ദുഃഖമറിഞ്ഞ്, ആടുകളുടെ വേദന അറിഞ്ഞ് ആടുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ നിന്നോട് വിളിച്ചു പറയട്ടെ, നിന്റെ ദുഃഖത്തെ കാണുവാൻ ആരുമില്ലെങ്കിലും, നിന്റെ വേദന അറിയുവാൻ ആരുമില്ലെങ്കിലും, ഒരു പക്ഷേ നിന്റെ വേദന അറിയുവാൻ നിന്റെ പ്രിയപ്പെട്ടവരോ നിന്റെ കുടുംബത്തിലുള്ളവരോ ആരും നിന്റെ അടുക്കൽ ഇല്ലെങ്കിലും, യേശു കർത്താവ് നിന്നെ നോക്കി ഈ സമയത്ത് വിളിച്ചു പറയുന്നു, ഞാൻ നിന്റെ വേദനകളെ നന്നായി അറിയുന്നു, ഞാൻ നിന്റെ ദുഃഖത്തെ നന്നായി കാണുന്നു, ഞാൻ ഒരു ഇടയനായി നിന്റെ കൂടെ നിന്നെ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇന്ന് ഹല്ലേലൂയ, ദൈവവേദനയിലെ നീയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരിടയനായി ദൈവം നിന്നെ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഒരിടയനായി ദൈവമായി എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പാപത്തിന്റെ ചേറ്റിൽ ഹല്ലേലൂയ വീണു പോകേണ്ടുന്ന സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. പാപത്തിൽ ഹല്ലേലൂയ താണു പോകേണ്ട അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പാപത്തിൽ താണു പോകുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവം എന്റെ കയ്യിലോട്ട് പിടിച്ചു എന്നെ പൊക്കിയെടുക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പാപത്തിൽ വീഴാതെ നിൽക്കുന്നത്. എത്രയോ പ്രാവശ്യം പിശാച് എന്നെ പാപത്തിലോട്ട് തള്ളി, ഹല്ലേലൂയ, പാപത്തിലോട്ട് തള്ളി. ഞാൻ പിന്നെയും പുറത്തു വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലിടയനായ യേശു എന്റെ അടുക്കൽ വന്ന് തന്റെ കരത്തെ എന്റെ മേൽ നീട്ടി എന്നെ ഹല്ലേലൂയ ആ പാപച്ചെളിയിൽ നിന്ന് കരകയറ്റി എടുത്ത് നിർത്തി. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിലും ആ അനുഭവമല്ലേ ഉള്ളത്? ഹല്ലേലൂയ. നീ നിന്നതാണോ ദൈവസന്നിധിയില്? ദൈവമല്ലേ നിന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ഇത് നിന്റെ മിടുക്കല്ലല്ലോ.
അല്ലല്ലേ നിന്റെ ക്രെഡിറ്റ് അല്ലല്ലോ, ദൈവം നിന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഈ വചനം കേട്ട് ആത്മാവിൽ ശക്തിപ്പെടുന്നവർ, ആത്മാവിൽ ബലപ്പെടുന്നവർ ദൈവത്തെ അല്ലല്ലേ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് അല്ലല്ലേ കൈകൾ ഉയർത്തി സ്തുതിക്കുവേ. അല്ലല്ലേ ദൈവം നിന്നെ നടത്തുന്ന നല്ലിടയനാ, ദൈവം നിന്നെ നടത്തുന്ന നല്ലിടയനാ. ഹല്ലേലൂയ, ആമേൻ. ദൈവം നടത്തുമെങ്കിൽ, ദൈവം ഇടയനായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് ഒന്നിനും മുട്ടില്ല, നമുക്ക് വളരെ സന്തോഷമാണ്. ദൈവം നല്ലിടയനായിട്ടുള്ളവർക്ക് എപ്പോഴും സന്തോഷമാണ് ജീവിതത്തിൽ. കാരണം ഇടയനെ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ, നമ്മൾ മറ്റൊന്നിലേക്ക് തിരിഞ്ഞു പോകുന്നില്ല. വേറെ ഏതിലെങ്കിലും ഒന്ന് തിരിയുകയാണെങ്കിൽ ആ ഇടയൻ നമ്മുടെ തോളിൽ തട്ടിയിട്ട് നീ പോകുന്ന വഴി ശരിയല്ല, നീ പോകുന്ന റൂട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മളെ വഴിതിരിച്ചു വിടുന്നതാണ് ഈ ഇടയൻ. ഹല്ലേലൂയ. അപ്പോ നമുക്ക് ഏറ്റവും സന്തോഷം, ജോയ്ഫുൾ ആയിട്ടുള്ള അനുഭവം വരുന്നത് യേശു നമ്മുടെ ഇടയനായിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. രണ്ടാമത് നമുക്ക് വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്, He maketh me to lie down in green pasture. He leadeth me beside the still waters. പച്ചയായ ഉൾപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ഈ വചനപ്രകാരം നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യേശു നമ്മെ അല്ലലൂയ ആമേൻ ഒന്ന് റെസ്റ്റ് ചെയ്യുവാൻ അനുവദിക്കുന്ന ദൈവമാണ്. അല്ലലൂയ, ഒന്ന് റെസ്റ്റ് എടുക്കുവാൻ അനുവദിക്കുന്ന ദൈവമാണ്. അല്ലല്ലേ നിനക്ക് ചിലപ്പോൾ റെസ്റ്റ് ഇല്ലാത്ത അനുഭവം ഉണ്ടായിരിക്കാം. കാരണം എന്തെന്നാൽ അല്ലലൂയ നിന്റെ ജോലിഭാരം ഏറ്റവും കൂടുതലായിരിക്കാം. 12 മണിക്കൂറും 16 മണിക്കൂറോളം നീ ജോലി ചെയ്തിട്ടും നീ ജോലി ചെയ്യുന്നതിന് അനുസരിച്ചിട്ടുള്ള വേതനം, അതിന്റെ കൂലി നിന്റെ കയ്യിലോട്ട് കിട്ടുന്നില്ല. കിട്ടാത്തപ്പോൾ അല്ലെങ്കിൽ നീ വല്ലാതെ തകർന്നു, അല്ലല്ല റെസ്റ്റില്ല, ശരീരത്തിനും റെസ്റ്റില്ല, മനസ്സിനും റെസ്റ്റ് ഇല്ലാത്തവളായി ഇരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അല്ലല്ല നീ ഭാരപ്പെടണ്ട, അല്ലല്ല ഞാൻ നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. നിന്നെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തല്ല ദൈവം റെസ്റ്റ് ചെയ്യാൻ വിടുന്നത്, ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തല്ല ദൈവം നിന്നെ റെസ്റ്റ് എടുക്കുവാൻ വെക്കുന്നത്. നിന്നെ ദൈവം റെസ്റ്റ് എടുക്കുവാൻ വിടുന്നത് പച്ചയായ പുൽപ്പുറത്തില. പച്ചയായ പുൽപ്പുറം എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി, അല്ലെങ്കിൽ സമൃദ്ധി. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറം നമ്മുടെ സമൃദ്ധിയുടെ അനുഭവങ്ങളാണ്. ജീവിതത്തിൽ ദൈവം നമുക്ക് സമൃദ്ധി തരാൻ പോകുകയാ. നിനക്ക് ഇതുവരെ നല്ലൊരു ജോലിയുടെ അന്തരീക്ഷം ഇല്ലായിരുന്നു, നല്ലൊരു ജോബ് ഇല്ല. എന്നാൽ ഈ ലോക്ക്ഡൌണിന്റെ ഈ കൊറോണ ബാധിച്ചതിന്റെ നടുവിൽ അല്ലല്ല ജോബ് കിട്ടാനും സാധ്യതയില്ല. എന്നാൽ കർത്താവ് നിന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ വഴി തുറക്കാൻ പോകുന്നു. സാധ്യതയില്ലാത്ത സ്ഥാനത്ത് അല്ലല്ല നിനക്ക് വേണ്ടി ഞാൻ ജോലിയുടെ വഴി തുറക്കാൻ പോകുന്നെന്ന് ആരോടോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ സമയത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം നീ അല്ലല്ലൂയ അസാധ്യതകളെ നോക്കി എനിക്ക് എങ്ങനെ കിട്ടാനാ, ഞാൻ ഇരുന്ന ജോലിയിൽ നിന്നും കൂടെ എന്നെ അവര് അല്ലല്ല പുറത്താക്കി, ഇനി എനിക്ക് എങ്ങനെ ഈ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ കർത്താവ് പറയുന്നു, അസാധ്യതയുടെ നടുവിൽ നിനക്ക് കിട്ടാൻ പോകുന്നു. നിന്റെ ക്വാളിഫിക്കേഷൻ അല്ലല്ലേ നീ നോക്കണ്ട. നീ അല്ലല്ലേ ദൈവത്തെ നിന്റെ ഇടയനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തെയാണ്, ഈ യേശുവിനെയാണ് നീ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അല്ലല്ലൂയ നീ ഇങ്ങനെ ഡ്രൈനെസിന്റെ അനുഭവത്തിൽ, അല്ലല്ലൂയ നീ എംപ്റ്റിനെസിന്റെ അനുഭവത്തിൽ ഇരിക്കാൻ നിന്നെ ദൈവം വിടുകയില്ല. നിന്റെ ഡ്രൈനെസ്, നിന്റെ എംപ്റ്റിനെസ് അത് നിന്നെ ജോയ്ഫുള്ളിലേക്ക് നടത്താൻ പോകുന്നു. ഇന്ന് ഈ സമയത്ത് അത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിന്റെ വരണ്ട ആ അന്തരീക്ഷത്തെ അല്ലല്ലൂയ ദൈവം ഫെർട്ടിലിറ്റിയുടെ, ഒരു സമൃദ്ധിയുടെ, ഒരു പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് ദൈവം ഇന്ന് ഈ സമയത്ത് നിന്നെ നടത്താൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കൊരു സമൃദ്ധി ദൈവം തരാൻ പോകുന്നു? ഇതുവരെ ഞാൻ കണ്ട കഷ്ടം, ഇതുവരെ ഞാൻ കണ്ട ദാരിദ്ര്യം എന്റെ വീട്ടിൽ ഇനി ഞാൻ കാണുകയില്ല. എന്റെ ഭർത്താവ് ജോലിക്ക് പോയിട്ട് ഒന്നും കിട്ടാത്ത അനുഭവമുണ്ട്. എന്റെ മകൾ ജോലിക്ക് പോകുന്നു, പക്ഷെ കയ്യിൽ ഒന്നുമില്ലാത്ത ആ ശൂന്യതയുടെ അനുഭവമുണ്ട് എന്ന് നീ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുന്നു, നീ കർത്താവിനെ പിന്തുടരുന്ന, കർത്താവായിരിക്കുന്ന ഇടയനെ പിന്തുടരുന്ന വ്യക്തിയാണോ? നിന്നെ അതിൽ നിന്ന് കർത്താവ് ഇന്ന് പകൽക്കാലം കരകയറ്റി ഒരു ജോയ്ഫുള്ളിന്റെ അനുഭവത്തിലേക്ക്
ഒരു ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കുവാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന് ഒരു മാറ്റവുമില്ല. നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ദൈവം, ഹല്ലേലൂയ, ദൈവത്തെ അനുഗമിക്കുന്ന, കർത്താവായ ഇടയനെ അനുഗമിക്കുന്ന നമ്മളെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? നോഹയെ മാത്രമല്ല അനുഗ്രഹിച്ചത്, നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്നെ മാത്രമല്ല നിന്റെ സന്താനങ്ങളെയും, നിന്റെ മക്കളെ, നിന്റെ മക്കളുടെ മക്കളെ എല്ലാം ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയാകും. അതിന് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. ആമേൻ. അവിടെ വീണ്ടും പറയുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നിന്നെ കിടത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മുടെ മുന്നിൽ, ഹല്ലേലൂയ, ഒരു ചുവന്ന കൊടിയല്ല, നമ്മുടെ മുന്നിൽ ഒരു പച്ചക്കൊടി ദൈവം കാട്ടി തന്നിട്ടുണ്ട്. ഒരു പച്ചക്കൊടി. കാരണം ഹല്ലേലൂയ, ആമേൻ, ചുവന്ന ആ ഡേഞ്ചറിന്റെ അനുഭവങ്ങൾ മാറിയിട്ട് ആ പച്ചപ്പിന്റെ വിശാലതയിലേക്ക് ദൈവം, ഹല്ലേലൂയ, നമ്മളെ നടത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഈ കൊറോണ കാലത്ത് നീ, ഹല്ലേലൂയ, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിന്നോട് പറയുന്നത് ഭാരപ്പെടാനല്ല, പച്ചപ്പിന്റെ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ നടത്തുവാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കുക, നമ്മൾ ഇസഹാക്കിനെ കുറിച്ച് ബൈബിളിനകത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു. ഐസക് sowed that year. Hallelujah. Isaac sowed that year. ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു. Hallelujah. Amen. He received in that year 100-fold. അവൻ ആ വർഷത്തിൽ, ഹല്ലേലൂയ, 100 മടങ്ങ് കൊയ്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ എന്ത് വിതയ്ക്കുവാൻ ഉദ്ദേശിച്ചോ, നീ എന്ത് വിതച്ചോ കഴിഞ്ഞ കാലങ്ങളില്, അതിനെല്ലാം ഒരു കൊയ്ത്തിന്റെ അനുഭവം 100 മടങ്ങ്, കുറച്ചല്ല, 100 മടങ്ങ് കൊയ്തെടുക്കുവാൻ നിന്നെ ദൈവം പ്രാപ്തയാക്കാൻ പോകുന്നു. നിന്നെ ദൈവം യോഗ്യയാക്കി തീർക്കാൻ പോകുന്നു. 100 മടങ്ങ് കൊയ്തെടുക്കുവാൻ നിന്നെ ദൈവം സഹായിക്കാൻ പോകുന്നു. എല്ലാ ജീവിതത്തിന്റെ എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറുന്നു. നിന്റെ ജീവിതം വിട്ട് എല്ലാ തടസ്സങ്ങളും നിന്റെ ജീവിതത്തെ അല്ലെങ്കിൽ മുന്നോട്ട് വിടാതെ, അല്ലെങ്കിൽ ഒരു സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് മുന്നോട്ട് വിടാതെ, തടസ്സം കൊണ്ടിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന അന്ധകാര ശക്തികൾ നിന്റെ കുടുംബം വിട്ട് ഈ സമയത്ത് അഴിഞ്ഞു മാറി നീ പുറത്തേക്ക് ഈ സമയത്ത് കടന്നു വരുവാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ, ഹല്ലേലൂയ, നിന്നോട് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ 23:3, Psalm 23:3, He restoreth my soul, He leadeth me in the paths of righteousness for His name's sake. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഹല്ലേലൂയ, പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാ. അതുപോലെ തന്നെ നമ്മളെ നീതിപാതയിൽ നടത്തിക്കുന്ന ദൈവം, പ്രാണനെ തണുപ്പിക്കുന്ന ദൈവം, നമ്മെ നീതിപാതയിൽ നടത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളെ കുറിച്ച് ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ നീതിപാതയിൽ നടക്കണം. നീതി, റൈറ്റിയസ്നെസ് എന്ന ആ വേർഡ് ബൈബിളിൽ 558 പ്രാവശ്യമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. 558 പ്രാവശ്യം. അപ്പോ നമുക്ക് മനസ്സിലാകും ആ വാക്കിന്, റൈറ്റിയസ്നെസ് എന്ന വാക്കിന് ബൈബിൾ വളരെയേറെ, അല്ലെങ്കിൽ പ്രസക്തിയുണ്ട്, വളരെയേറെ പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നീതി. ഹല്ലേലൂയ. നമ്മൾ നീതിയോട് ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്നവരാ. ഹല്ലേലൂയ. കർത്താവ് ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെ. അപ്പൊ മനുഷ്യൻ ഒറ്റയ്ക്ക് നീതിമാനാകുവാനും നീതി പ്രവൃത്തികൾ ചെയ്യുവാനും ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ ആ പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെ ആയിത്തീരുമ്പോൾ കർത്താവ് പറയുന്നു, വചനം പറയുന്നു, തിരുനാമം നിമിത്തം അവൻ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എന്നെ കർത്താവ് നടത്തുന്നത് നീതിപാതകളിലാണ്. ഹല്ലേലൂയ. എന്നെ ദൈവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
എന്നെ വിശാലമായ ഏതെങ്കിലും ഒരു ഹൈവേ റോഡിലല്ല കർത്താവ് നടത്തുന്നത്. കർത്താവ് എന്നെ നടത്തുന്നത് നീതി പാതയിലാണ്. ഹല്ലേലൂയ. ഓ, നമ്മളെ ദൈവം നീതിപാതകളിൽ നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. നീതിപാതകളിൽ നടത്തുന്ന ദൈവം. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ദൈവത്തിന്റെ നാമമാണ് നമ്മുടെ ഗോപുരം. ഒരു നീതിമാൻ ആണെങ്കിൽ നിശ്ചയമായിട്ടും ആ വ്യക്തി യഹോവയുടെ നാമത്തിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുക തന്നെ ചെയ്യും. വേറെ ഒരു സ്ഥാനത്തേക്കും ആ വ്യക്തി പോവുകയില്ല. ഒരു പ്രശ്നം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വേറെ എങ്ങോട്ടും ആ വ്യക്തി പോകാറേ ഇല്ല. ആ വ്യക്തിയുടെ ഫോക്കസ് മുഴുവനും യേശുവിലായിരിക്കും. ആ വ്യക്തി യേശുവിന്റെ അരികിലേക്ക് ഓടി ചെല്ലുവാനിടയാകും. ദൈവനാമം മാത്രമായിരിക്കും ആ വ്യക്തിയുടെ ബലം. ആ വ്യക്തിയുടെ ബലം. ഹല്ലേലൂയ. ദൈവനാമം മാത്രമായിരിക്കും ആ വ്യക്തിയുടെ ബലം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നാം പല ഉന്നത വ്യക്തികളുടെ അടുക്കലേക്ക് കടന്നു പോകാതെ, ഉന്നത വ്യക്തികളെ ആശ്രയിക്കാതെ, മനുഷ്യകരങ്ങളെ ആശ്രയിക്കാതെ ദൈവത്തെ ആശ്രയിച്ചു തുടങ്ങിയാൽ, ദൈവനാമത്തെ തിരഞ്ഞു തുടങ്ങിയാൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ തരുവാനിടയാകും. എന്ത് പ്രശ്നവും വരട്ടെ, എന്ത് മല പോലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നാം ആ സമയത്ത് ഓടി കടന്നു ചെന്ന് അഭയം പ്രാപിക്കേണ്ടത് ദൈവത്തിന്റെ പാദപീഠമാണ്. ഒരിക്കലും മനുഷ്യരുടെ അടുക്കലേക്ക് ഓടിപ്പോകരുത്. ഓടിപ്പോയാൽ നമുക്ക് സന്തോഷത്തിന്റെ അനുഭവമല്ല കിട്ടുന്നത്, നമുക്ക് ദുഃഖത്തിന്റെ അനുഭവമാണ് കിട്ടുന്നത്. നമ്മുടെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ കപ്പ്, അല്ലെങ്കിൽ ദ കപ്പ് ഓഫ് ജോയ് നിറഞ്ഞ് കവിഞ്ഞ് വരണമെങ്കിൽ നാം നിശ്ചയമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നേ മതിയാകുകയുള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. ദാവീദ് ഏലാത്താഴ്വരയിൽ ഗോലിയാത്തിന്റെ മുന്നില് യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുകയാണ്. ദാവീദിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരും ദാവീദിനെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് യുദ്ധം ചെയ്യാൻ, ദാവീദിന്റെ സഹോദരന്മാര് പറയുന്നു, നിനക്ക് യുദ്ധം ചെയ്യുവാനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല. നീ നീ അപ്പന്റെ ആടുകളെയല്ലേ മേയിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഈ ഭക്ഷണം തരാനല്ലേ ഇവിടം വരെ വന്നത്? നിനക്ക് യുദ്ധം ചെയ്യാനുള്ള ക്വാളിറ്റി ഇല്ല. സഹോദരന്മാരുടെ മുന്നില്, ദാവീദിന്റെ സഹോദരന്മാരുടെ മുന്നില് ദാവീദിന് ആടുകളെ മേയ്ക്കാനുള്ള ക്വാളിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ മുന്നില് ദാവീദിന് യുദ്ധം ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പറയുന്നു, നിന്റെ സഹോദരങ്ങളുടെ മുന്നില്, നിന്റെ അടുക്കലായിരിക്കുന്നവരുടെ മുന്നില് നിനക്ക് ക്വാളിറ്റി ഒന്നും പറയാനില്ല. പക്ഷേ ദൈവത്തിന്റെ മുന്നിൽ നിനക്കൊരു ക്വാളിറ്റി ഉണ്ടോ? യുദ്ധം ചെയ്യാനുള്ള ക്വാളിറ്റി. ആർക്കു വേണ്ടി? ദൈവജനത്തിന് വേണ്ടി. നിന്നെ ദൈവം വിളിച്ചതേ വേറൊന്നിനും വേണ്ടിയല്ല, ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനാ ദൈവം വിളിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ യുദ്ധത്തെ തകർക്കത്തക്ക നിലയിൽ, യുദ്ധത്തിൽ നിന്നെ തോൽപ്പിച്ചു കളയത്തക്ക രീതിയിൽ പ്രശ്നങ്ങൾ സാത്താന്യ ശക്തി കടത്തിവിട്ടു. എന്നാൽ ഇപ്പോഴും നിന്നെ ഉറപ്പോടെ ബലമുള്ളവനായി, ബലമുള്ള വ്യക്തിയായി നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദാവീദ് അവിടെ പറയുന്നു ഗോലിയാത്തിനോട്, ഞാൻ കടന്നു വരുന്നതേ എന്റെ സ്വന്തം ശക്തിയിലല്ല, ഞാൻ കടന്നു വരുന്നത് യഹോവയുടെ നാമത്തിൽ. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിന്റെ നേരെ കടന്നു വരുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ കയ്യിലെടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ യുദ്ധം വന്നാലും സങ്കടമല്ല വരുന്നത്. യുദ്ധം വന്നാൽ ജോയ്ഫുള്ളിന്റെ അനുഭവത്താൽ നിറയ്ക്കാൻ തോന്നും. ചിലപ്പോ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞിട്ടോ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിൽ, ഏതെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷയിൽ, ഏതെങ്കിലും തരത്തിലുള്ള
യുദ്ധത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒന്ന് മാത്രം വിശ്വസിക്കുക, ഞാൻ ദൈവനാമത്തിലാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ കുന്തം കൊണ്ടോ വാളുകൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത്, ഞാൻ ദൈവനാമത്തിലാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായി ആ യുദ്ധത്തിൽ ഞാൻ ജയിക്കും, ഞാൻ സന്തോഷിക്കും, എനിക്ക് ജോയ്ഫുള്ളിന്റെ അനുഭവം ദൈവം നൽകി തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, ദാവീദ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്തു, ദാവീദിന് വിജയം കൊടുത്തു. ആ ദേശത്തെ ഇസ്രായേൽ മുഴുവനും സന്തോഷിക്കാനിടയായി. ഇസ്രായേൽ മുഴുവനും സന്തോഷിക്കാൻ മാത്രമല്ല ഇടയായത്, ഇസ്രായേൽ മുഴുവനും ദാവീദിനെ സന്തോഷിപ്പിച്ചു. ഹല്ലേലൂയ. പലരും യുദ്ധത്തിൽ നീ ജയിച്ചു തുടങ്ങിയാൽ തോൽക്കാതെ ദൈവനാമത്തെ കയ്യിലെടുത്തുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് യുദ്ധത്തിൽ നീ ജയിച്ചു തുടങ്ങിയാൽ നീ സ്വയമായിട്ട് മാത്രമല്ല സന്തോഷിക്കാൻ പോകുന്നത്, നിന്നെ അനേകർ സന്തോഷിക്കും. ഹല്ലേലൂയ. നേരത്തെ നിന്നെ നോക്കി കളിയാക്കിയവർ, നേരത്തെ നീ ചെയ്യുന്ന മിനിസ്ട്രിയെ കളിയാക്കിയവർ, നേരത്തെ നീ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്തവർ, കുറ്റപ്പെടുത്തിയവർ, യുദ്ധത്തിൽ വീണു പോകാതെ ശക്തിയോടെ ധൈര്യത്തോടെ ദൈവനാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്താൽ, ഹല്ലേലൂയ, നിനക്ക് ജോയ്ഫുള്ളിന്റെ അനുഭവം, ഹല്ലേലൂയ, ദൈവം തന്ന് നിന്റെ കപ്പിനെ നിറയ്ക്കും. നിന്റെ കപ്പിനെ ദൈവം നിറയ്ക്കും. നിന്റെ കയ്യിലിരിക്കുന്ന കപ്പ് മറക്കരുത്. നോ കപ്പ് ഓഫ് സോറോ, നിന്റെ കയ്യിലിരിക്കുന്നത് കപ്പ് ഓഫ് ജോയ്. ഹല്ലേലൂയ. നിന്റെ കയ്യിലിരിക്കുന്ന കപ്പ് ഓഫ് ജോയ്. ഹല്ലേലൂയ. ദൈവം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തെ നിറയ്ക്കുന്നത് സന്തോഷത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടാ. ഈ കാലങ്ങളിലും ഈ കൊറോണ ബാധിച്ചിരിക്കുന്ന ഈ സീസണിൽ എത്രയോ ദൈവദാസന്മാരെ സന്തോഷത്തിന്റെ അനുഭവങ്ങളാൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ ദൈവം സന്തോഷത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ അനേകരെ, എത്രയോ പേരെ ദൈവ സന്തോഷത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം വേറൊന്നുമല്ല, ഈ ദൈവനാമത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ നീ ദൈവനാമത്തിലെ ആശ്രയിക്കുക. അതുകൊണ്ട് നിശ്ചയമായി നിന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. 4-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോ ദാവീദ് മനസ്സിലായോ? ദൈവം നമ്മുടെ ഇടയനായിട്ടുണ്ട്. ദൈവം നമ്മുടെ ഇടയനായിട്ടുള്ളപ്പോഴും, അല്ലെങ്കിൽ നമുക്കൊരു താഴ്വരയുണ്ട്. ആ താഴ്വര എന്ന് പറയുന്നത് സാധാരണ താഴ്വരയല്ല, അത് മരണത്തിന്റെ താഴ്വരയാണ്. അത് മരണത്തിന്റെ താഴ്വരയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും അനർത്ഥം നമുക്ക് ഭയപ്പെടേണ്ടതില്ല. കാരണം അല്ലെങ്കിൽ ഈവിലും ഗോഡും തമ്മിലാണ് എൻകൗണ്ടർ ചെയ്യുന്നത്. ഈവിലും ഗോഡും തമ്മിൽ എൻകൗണ്ടർ ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. ദൈവം എല്ലാം മനോഹരമായി നടത്തിക്കൊള്ളും. ഹല്ലേലൂയ. ആ താഴ്വരയിൽ എപ്പോഴും മരണം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ആ താഴ്വരയിൽ എപ്പോഴും ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആ താഴ്വരയിൽ എപ്പോഴും അപകടങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ദൈവം എന്ന ഇടയൻ നമ്മുടെ മുന്നിൽ കൂടെ നടക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തെ ഫേസ് ചെയ്യുന്നില്ല, നമ്മൾ ഇരുട്ടിനെ ഫേസ് ചെയ്യുന്നില്ല, നമ്മൾ ഹല്ലേലൂയ അവിടെ വരുന്ന ഒരു ഡിസ്ട്രക്ഷനെയും നമ്മൾ ഫേസ് ചെയ്യുന്നില്ല. നമ്മൾ ആകെ ഹല്ലേലൂയ ഫോളോ ചെയ്യുന്നത് യഹോവ എന്ന ഇടയനെ മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം നിങ്ങളുടെ കപ്പിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ പോകുന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കപ്പ് സന്തോഷത്തിന്റെ കപ്പാണ്. ആ കപ്പിനെ ദൈവം സന്തോഷത്താൽ നിറയ്ക്കുന്നു. ഇന്ന് ഈ സമയത്ത് ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ തരുന്നു. അല്ലെങ്കിൽ ദൈവം എല്ലാവരെയും അവരുടെ കപ്പിനെ ഹല്ലേലൂയ സന്തോഷത്താൽ നിറച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. സന്തോഷത്താൽ അവർ സന്തോഷിക്കത്തക്ക വഴികൾ ദൈവം അവരുടെ മുന്നിൽ തുറക്കുന്നതിനായി സ്തോത്രം. പുതിയ ജോലിയുടെ വഴികൾ തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. അവർക്ക് മുമ്പേ
മുന്നാകെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ദൈവം തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. നിന്റെ മക്കളെ ദൈവം മാനിച്ച് വഴി നടത്തുന്നതിനായി സ്തോത്രം. എല്ലാ തടസ്സങ്ങളും അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.